ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോകുകയാണ്. മൊഡ്യൂളിൻ്റെ പേര് റേഷ്യോ അനാലിസിസ്. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് എന്താണ് റേഷ്യോ, എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ. സോ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റേഷ്യോ, ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് റേഷ്യോ. എന്താ റേഷ്യോ? റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ നമ്പർ calculated as a reference to the relationship of two or more numbers, or it is mathematical relationship between two or more numbers. രണ്ട് നമ്പറിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനാണ് പറയുക റേഷ്യോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം, കുറേ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് 20% നമുക്ക് എങ്ങനെ കിട്ടിയത്? സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, അല്ലെങ്കിൽ 2:1 എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ കറണ്ട് റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ 2 കറണ്ട് അസറ്റ് 1 കറണ്ട് ലയബിലിറ്റി എന്നാണ്, കണ്ടോ? സോ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എക്സ്പ്രസ്ഡ് ബിറ്റ്വീൻ 2 ഡാറ്റ ഓർ 2 നമ്പേഴ്സ്. അത് നമുക്ക് പല വിധത്തിൽ പറയാം. ഫ്രാക്ഷനായിട്ട് പറയാം, പ്രൊപ്പോർഷനായിട്ട് പറയാം, പേഴ്സൻറ്റേജ് ആയിട്ട് പറയാം, ടൈംസ് ആയിട്ട് പറയാം. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1/3. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 33.33%. അപ്പോൾ നമ്മൾ പറയും ഫ്രാക്ഷനായിട്ട് പറഞ്ഞാൽ എത്രയാണ്? 1/3. ദെൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മതി 2:1, അല്ലെങ്കിൽ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള പ്രൊപ്പോർഷൻ 75:25. അർത്ഥം എന്താ? സെയിൽസ് 75, ഗ്രോസ് പ്രോഫിറ്റ് 25, ഓർ 100:20. അതാണ് പ്രൊപ്പോർഷൻ. ദെൻ പേഴ്സൻറ്റേജ്, അതാണ് നമ്മൾ സപ്പോസ് നെറ്റ് പ്രോഫിറ്റ് 20%. നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ടേൺ ഓവർ റേഷ്യോ എപ്പോഴും ടൈംസിലാണ് പറയുന്നത്. 2 times, 5 times എക്സെട്ര ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ എന്താണ് റേഷ്യോ? റേഷ്യോ ഈസ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഡാറ്റ. ദെൻ അക്കൗണ്ടിങ് റേഷ്യോ എന്താ? ദ റേഷ്യോ കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഡാറ്റ ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എ നമ്പർ ഓർ എ റേഷ്യോ കാൽക്കുലേറ്റഡ് ബൈ റെഫറിങ് ടു 2 അക്കൗണ്ടിങ് data or 2 accounting numbers derived from the financial statement, or when ratio is calculated from the financial statements, it is called accounting ratio. Financial statement in financial accounting in financial statement ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്. അതിലെ 2 ഡാറ്റ എടുത്തിട്ട് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനാണ് എന്തെന്ന് വിളിക്കുക? അക്കൗണ്ടിങ് റേഷ്യോസ്. ഓക്കെ, അടുത്തത് അക്കോർഡിംഗ് ടു ജെ ബാറ്റി. എന്താണ് ബാറ്റി പറയുന്നത്? The term accounting ratio is used to describe the significant relationship which exists between figures shown in balance sheet, P&L account, in a budgetary control system, or in any other part of accounting organization. So, J. Batty വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. It is accounting ratio is used to show the significant relationship between ദ ഫിഗർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും ക്യുക്ക് ലയബിലിറ്റി ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട്, ബോറോഡ് ഫണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, ബോറോഡ് ഫണ്ട് ഉണ്ടോ? അതാണ് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റം. അല്ലെങ്കിൽ P&L അക്കൗണ്ടിലുള്ള ഐറ്റം. നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചില്ലേ? P&L അക്കൗണ്ടിലുള്ള എല്ലാ ഐറ്റവും പേഴ്സൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലേ? എന്തിൻ്റെ ബേസിസിലാണ്? സെയിൽസിൻ്റെ ബേസിസിൽ. P&L അക്കൗണ്ടിൻ്റെ ടോട്ടൽ എത്രയായി? 100. ആ 100 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ എമൗണ്ടാണ്? സെയിൽസിൻ്റെ എമൗണ്ടാണ്, ഉണ്ടോ? അപ്പോൾ നമുക്കറിയാം എല്ലാ ഐറ്റവും P&L അക്കൗണ്ടിലെ എല്ലാ ഐറ്റവും നമ്മൾ പേഴ്സൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്തിൻ്റെ ബേസിസിൽ? സെയിൽസിൻ്റെ ബേസിസിൽ. അതാണ് അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഒക്കെ പഠിക്കുന്നുണ്ട്. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിലുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ ലേബർ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതിനാണ് അക്കൗണ്ടിങ് റേഷ്യോ. സോ അക്കൗണ്ടിങ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫിഗേഴ്സ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, ഓർ ഇൻ എ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം, ഓർ ഇൻ എനി അതർ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റേഷ്യോ അനാലിസിസ്? നമ്മൾ പഠിച്ചു. എന്താ അനാലിസിസ്? അനാലിസിസ് മീൻസ് കൺവേർട്ടിംഗ് ദ ഡാറ്റ ഇൻ ടു സിംപ്ലിഫൈഡ് മാനർ, ഓർ സിംപ്ലിഫൈങ് ദ ഡാറ്റ ആൻഡ് ഗിവിംഗ് മീനിങ് ടു ദ സിംപ്ലിഫൈഡ് ഡാറ്റ. ഉണ്ടോ? ഇറ്റ് റെഫേഴ്സ് ടു ദി അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫിഗേഴ്സ് അപ്പിയറിംഗ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സെട്ര. It is the process of comparison of one figure against other. It enables
the users like shareholders, investors, creditors, etc. So ratio analysis means analyzing the profitability position, financial position, etc. with the help of ratios. റേഷ്യോയുടെ സഹായത്തോടു കൂടി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി അനാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനാണ് പറയുക റേഷ്യോ അനാലിസിസ്. വൺസ് അഗെയിൻ, സോ റേഷ്യോ അനാലിസിസ് ഈസ് എ ടെക്നിക് of analyzing the financial statements with the help of ratios calculated from the figures taken from the financial statements. So it is used for ascertaining the profitability position, solvency position, liquidity position, etc. Who undertakes such analysis? നമുക്കറിയാം കുറേ പേര് നടത്തുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ആയിരിക്കുക. ഷെയർ ഹോൾഡേഴ്സ് മേക്ക് അനാലിസിസ്, then investors make analysis, creditors make analysis, government, financial institutions, etc. എന്തിനു വേണ്ടിയാ? To know about the company, to get detailed picture about the company. About what? എന്തിനെക്കുറിച്ചുള്ള? പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റിനെ കുറിച്ച്, ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു വാട്ട് ഈസ് എ റേഷ്യോ. റേഷ്യോ ഈസ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഡാറ്റ. എങ്ങനെയൊക്കെ റേഷ്യോ പറയും? റേഷ്യോ പെർസെൻറ്റേജ് ആയിട്ട് പറയാം, ഫ്രാക്ഷൻ ആയിട്ട് പറയാം, പ്രൊപ്പോർഷൻ ആയിട്ട് പറയാം, ടൈംസ് ആയിട്ട് പറയാം. ഇനി എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ? അക്കൗണ്ടിങ് റേഷ്യോ മീൻസ് ദ റേഷ്യോസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ ഡാറ്റ ഫ്രം ദി അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. Then what is the definition of ratio? Accounting ratio. According to J. Bhatti, accounting ratio is used to describe the significant relationship that exists between the data in the balance sheet, P&L account, or in any budgetary control system or any other part of the accounting organization. Okay, നമ്മൾ കണ്ടു what is ratio analysis. Analyzing the financial statements with the help of ratios or using ratios for the purpose of analysis with a view to know the profit earning capacity or profitability position, liquidity position, solvency position, etc. ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് നമ്മൾ റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത്? പ്രൊപ്പോർഷനായിട്ട് 2:1 അതാണ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് 2, കറണ്ട് ലയബിലിറ്റി 1. 2 കറണ്ട് അസറ്റ്സിന് 1 കറണ്ട് ലയബിലിറ്റി. അതാണ് പ്രൊപ്പോർഷനായിട്ട് പറയാം. 2 പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം പെർസെൻറ്റേജിലാണ് പറയുന്നത്. എല്ലാ അസറ്റും ടോട്ടൽ അസറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട്, എല്ലാ ലയബിലിറ്റിയും ടോട്ടൽ ലയബിലിറ്റിൻ്റെയും ക്യാപിറ്റലിൻ്റെയും പെർസെൻറ്റേജ് ആയിട്ട്, എല്ലാ ഐറ്റംസ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്, അതാണ് പെർസെൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹ്യൂജ് എമൗണ്ട് 100ലേക്ക് കൊണ്ടുവരിക, 100 താഴേക്ക് കൊണ്ടുവരുന്നു പെർസെൻറ്റേജിലേക്ക്. ദെൻ ടൈംസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ടൈംസ് ഞാൻ പറഞ്ഞു ടേൺ ഓവർ റേഷ്യോസ് എല്ലാം ടൈംസിലാണ് പറയുന്നത്. ടേൺ ഓവർ റേഷ്യോ നിങ്ങൾ പഠിക്കുന്നുണ്ട്, പിന്നെ ഞാനത് അവിടെ പറഞ്ഞോളാം. ടൈംസ് ഫോർ എക്സാമ്പിൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടത്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആവറേജ് ഇൻവെൻട്രി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അറ്റ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടും ഇൻവെൻട്രി ടൈംസ് എത്ര പെട്ടെന്നാണ് ഇൻവെൻട്രി എന്തായിട്ട് മാറുന്നത്, ക്യാഷായിട്ട് മാറുന്നത്. നിങ്ങൾ പിന്നെ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഞാനത് പറയും, അത് ടൈംസിൽ പറയും. അടുത്തത് ഫ്രാക്ഷൻ 1/3, 1/4 അല്ലെങ്കിൽ 3/4 ഉണ്ടോ. നമ്മൾ P&L പ്രോഫിറ്റൊക്കെ വേണം നമുക്ക് ഫ്രാക്ഷനായിട്ട് പറയാം. സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ഫ്രാക്ഷനാണ്. 1/3 ഓഫ് ദ സെയിൽസ് ഈസ് പ്രോഫിറ്റ് ഓർ 1/10 ഓഫ് ദ പ്രോഫിറ്റ് 1/10 ഓഫ് ദ സെയിൽസ് ഈസ് പ്രോഫിറ്റ് നമ്മൾ പറയും ഉണ്ടോ ഫ്രാക്ഷൻ. അപ്പോൾ ഈ 4 വിധത്തിലാണ് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി എന്താണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്? എന്തിനു വേണ്ടിയിട്ടാണ് റേഷ്യോ അനാലിസിസ് നടത്തുന്നത്? ലക്ഷ്യം ഒന്ന്, ടു സിംപ്ലിഫൈ ദ കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. We want to simplify the financial statements. So ratio analysis is used for studying or simplifying the financial statements with a view to get detailed information about the company. 2, to assist the management decision making. നിങ്ങൾക്കറിയാം മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കണമെങ്കിൽ എന്ത് വേണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഡാറ്റ മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ മാത്രമേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പിന്നീട് ചാപ്റ്ററിൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 3 ഷോർട്ട് ടൈം സോൾവൻസി അറിയാൻ വേണ്ടി. ഞാൻ ഷോർട്ട് ടൈം സോൾവൻസി പറയുന്നേക്കാളും ബെറ്റർ എന്താ പറയുക, ഷോർട്ട് ടൈം സോൾവൻസിക്ക് പറയുന്ന പേരെന്താണ്? ലിക്വിഡിറ്റി പൊസിഷൻ. ടു നോ ദി ലിക്വിഡിറ്റി പൊസിഷൻ. ഓക്കെ, ഷോർട്ട് ടൈം സോൾവൻസി ഓർ ലിക്വിഡിറ്റി പറയുന്നതായിരിക്കും ബെറ്റർ.
QUI, liquidity position. Okay. Then long term solvency position. Okay. Next, efficiency അറിയാൻ വേണ്ടി what is efficiency of the efficiency with which every operations are carried on. Efficiency of operations എങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടു ascertain the rate and direction of change and future potentiality. What is the potentiality? What is the direction of the movement? Change, rate and direction of change. What is the rate of change? What is the direction of the change? ഇതറിയാൻ വേണ്ടിയിട്ട്. Last one, to communicate the strength and weakness of a firm. To communicate the strength and weaknesses of a firm. So these are some of the objectives of financial statements. Okay, let us see later in the later